ഈ വാഹനം മറ്റൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് വന്നതായിരുന്നു, അമിത വേഗത്തിലായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ നിന്ന് വീണ്ടും വണ്ടി വന്നപ്പോഴത്തേക്ക് സൈഡിലോട്ട് വെട്ടിച്ചേറ്റിയത്. ഏതാണ്ട് ഒരു 8 പേർക്കോളം പരിക്കുണ്ട്, 3 പേർക്ക് കുറച്ച് സീരിയസ് ആണ്. അപ്പോൾ അവരെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ പോലീസ് വന്ന് കൊണ്ടുപോയി 2 പേരോളം കാറിലും കൊണ്ടുപോയിട്ടുണ്ട്. കാറുകാരൻ അയാൾ പ്രത്യേകിച്ചൊന്നും പറയുന്നത് അയാൾക്കൊന്നും അറിയത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അവരെ പിറകെയും ഫ്രണ്ടിലും ഉണ്ടായിരുന്ന വണ്ടിക്കാർ പറയുന്നത് ഇതുപോലെയാണ്. 8ഓളം പേർക്ക് പരിക്കുണ്ട്, 3 പേർക്ക് സീരിയസ് ആണ്. ബസ് എല്ലാവരും ബസ്സിൽ പോകാൻ വേണ്ടി ഇവിടെ നിന്ന് എന്നും വന്ന് പോകുന്ന ആൾക്കാരെ കൂടുതലാണ് ഉള്ളത്. അപകട മേഖലയാണ് സ്ഥിരം. ഇതെല്ലാം കണ്ടില്ല, ഇന്നാൾ ഒരു വണ്ടി ഒന്ന് ഇടിച്ചിട്ടതാണ്. അപ്പോൾ ഇത് കണക്ക് ഇടി നടന്നിട്ടുണ്ട്. ഇടി അടക്കുമ്പോൾ പോലീസുകാർ വരും, അവരെയും കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. പിന്നെ അവർ എന്താ അല്ലെങ്കിൽ ഈ ഒരു ബാരിക്കേഡൊന്ന് ശരി വയ്ക്കാനോ ഒന്നിനും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുപോലെ തുടരുമെന്നുണ്ടെങ്കിൽ വീണ്ടും അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ പൊലിക്കോട് ജംഗ്ഷനിൽ നടന്നിരിക്കുന്നത്. ബസ് കാത്ത് നിന്ന ഏതാനും പേർക്ക് നേരെ അമിത വേഗത്തിൽ എത്തിയ ഒരു കാറ് പാഞ്ഞു കയറുകയും ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉണ്ടായി. ഇത് ഈ പൊലിക്കോട് ജംഗ്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊട്ടാരക്കരയ്ക്കും ആയൂരിനും ഇടയിൽ ഏറ്റവും കൂടുതൽ വാഹനത്തിരക്കും അപകടങ്ങളും നടക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുകയാണ് പൊലിക്കോട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ കൊട്ടാരക്കരയ്ക്കും ആയൂരിനിടയിലുള്ള ഏക 4 മുക്കും കൂടിയാണ് ഈ പൊലിക്കോട് ജംഗ്ഷൻ. മറ്റ് ജംഗ്ഷനിലുള്ള 4 മുക്കുകളല്ല, 3 മുക്കുകൾ, 2 റോഡുകൾ വന്നു ചേരുന്ന പ്രദേശങ്ങളാണ്. എന്നാൽ പൊലിക്കോട് ജംഗ്ഷനിൽ അതല്ല. അറയ്ക്കൽ നിന്ന് വരുന്ന റോഡും അണ്ടൂരിൽ നിന്ന് വരുന്ന റോഡും മെയിൻ റോഡിൽ സന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ പൊലിക്കോട് ജംഗ്ഷനിൽ. ഇവിടെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളോ ബമ്പുകളോ അങ്ങനെ മറ്റ് യാതൊരു വിധമായ സംവിധാനങ്ങളും ഇല്ല. 2 സൈഡിലും നല്ല ജനത്തിരക്കുള്ളൊരു പ്രദേശമാണ്. പല ഭാഗങ്ങളിലേക്കും വാഹനങ്ങൾ കയറുന്നതിനും മറ്റും ആൾക്കാർ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പൊലിക്കോട് ജംഗ്ഷൻ. ഇവിടെ വേണ്ടത്ര രീതിയിലുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ റോഡ് സേഫ്റ്റി KSTPയും അതുപോലെയുള്ള അധികാരികളും തുടങ്ങിയ കാലം മുതലേ, റോഡ് നിർമ്മാണത്തിൻ്റെ പുനർനിർമ്മാണം തുടങ്ങിയ കാലം മുതലേ ജനങ്ങൾ ആവശ്യപ്പെടുന്നതായിരുന്നു ഇവിടുത്തെ ട്രാഫിക് സംവിധാനത്തെക്കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കണമെന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ യാതൊരു വിധമായ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ജംഗ്ഷനിൽ സമാന രീതിയിലുള്ള ഒരു അപകടം നടന്നതാണ്. അന്ന് 2 പേരാണ് ഈ റോഡിൽ ജീവൻ പൊലിഞ്ഞത്. അങ്ങനെ നിരന്തരമായി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ PWDയും KSTPയും പോലീസിൻ്റെ ഭാഗത്തു നിന്നെല്ലാം നിരന്തരമായ ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. ഫോട്ടോ എടുക്കും ഡ്രൈവറുടെ. അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വെളുത്ത കാറ് സ്പീഡിൽ വന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഇടിച്ചങ്ങ് കയറി. ഞാനാണെങ്കിൽ അപ്പോഴത്തേക്ക് അങ്ങ് മാറി, അവിടെ നിന്ന് കാറ് വരുന്ന കണ്ടുകൊണ്ട് അങ്ങ് മാറിയത്. അപ്പോഴത്തെ അവിടെ നിന്ന് ഇരുന്ന ചേച്ചിയും ഒരു അമ്മയും ഉണ്ടായിരുന്നു, അവരെ ഇടിച്ചങ്ങിട്ട്. കാലൊന്നും ഇടിച്ചതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല സ്പീഡിൽ വന്നങ്ങ് ഇടിച്ചതാ. 2 പേരെ കണ്ടുള്ളൂ, ഫ്രണ്ടിൽ 2 പേരുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് അവിടെ ഇരിക്കുമായിരുന്നു ബസ് സ്റ്റോപ്പിനകത്ത്, പിന്നെ കുറച്ച് പേര് നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എവിടുന്ന കൊട്ടാരക്കരയിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് ബസ് സ്റ്റോപ്പിനകത്തോട്ട് ഇടിച്ച് കയറുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇരുന്നവരായി കൊച്ചും പിന്നെ ഒരു പ്രായമുള്ളവരും പിന്നെ ഒരു അങ്കിളും കൂടെ, ഒരു പ്രായമുള്ള ആളുകളുണ്ട്. അവിടെ നിറച്ച് ആളിരിപ്പുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പേര് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ വന്നിടിച്ചപ്പോൾ ഇവർ 2 പേരും അങ്ങ് തറയിൽ വീണ്
ഇവരുടെ തൊട്ടപ്പുറത്തോട്ടാണ് വണ്ടി വന്ന് കയറിയത്. എന്നിട്ട് വേറൊരു അങ്കിളുണ്ടായിരുന്നു, അയാൾ ദേഹത്തൂടൊക്കെ ഇങ്ങനെ ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രായമുള്ളൊരു മുസ്ലിം ആൻറ്റി, അവരുടെ കാലിങ്ങനെ മാംസം ഇങ്ങനെ കാണാമായിരുന്നു, അവിടെ മൊത്തം ചോരയായിരുന്നു. പിന്നെ ഈ കൊച്ചങ്ങ് ബോധം കെട്ടങ്ങ് വീഴുമായിരുന്നു. ആ നന്നായിട്ട് വന്നിങ്ങനെ ഇടതുവശത്തോട്ട് ഇടിച്ചിന് കയറുമായിരുന്നു. ഞാൻ രണ്ടുപേരെ കണ്ട്. വേറെ ഉണ്ടോ അറിയില്ല. പിന്നെ ആ കമ്പി വന്ന് ഇടിച്ച് ഞാൻ വെളിയിൽ നിന്നതാ, ഇവരൊക്കെ അകത്തിരുന്നതാ. പിന്നെ അപ്പോഴത്തേനും 2 ആംബുലൻസ് വന്ന് അവരെ കൊണ്ടുപോയി. പിന്നെ നമ്മളൊക്കെ പോലീസ് വണ്ടിയിലാണ് വന്ന്. അത്രയാണ്. ആ